അബിയുടെ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് കുറേ നാൾ അങ്ങനെ പോയി. പിന്നെ വീണ്ടും ഒരു PSC ചർച്ച വന്നപ്പോൾ അതിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നതും മോനേട്ടനാണ്. എനിക്ക് മെയിൽ ID യും പാസ്വേഡും ഒക്കെ സെറ്റ് ചെയ്ത് തന്നതും എക്സാം എഴുതാൻ വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നതും അതുപോലെ ഇമ്പ്രൂവ് ചെയ്യേണ്ട പോർഷൻസ് ഒക്കെ പറഞ്ഞു തന്നതും ഒക്കെ മോഹനേട്ടനാണ്. അങ്ങനെ എല്ലാ സപ്പോർട്ടും മോഹനേട്ടൻ്റെ സൈഡിൽ നിന്ന് തന്നെ ആയിരുന്നു. അങ്ങനെയുള്ള ഒരാളെ ഞാൻ എന്തിനാ ചേച്ചി സംശയിക്കുന്നത്? ഈ ലോഗിൻ ID യും പാസ്വേഡും ആവണിക്ക് അറിയാമോ? ഞാനിതുവരെ ചോദിച്ചിട്ടില്ല. അത് കിട്ടിയിരുന്നെങ്കിൽ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാമായിരുന്നല്ലോ. ഇന്നലെ ഒരു ശ്രമം നടത്തി നോക്കി, പക്ഷെ നടന്നില്ല. ചേച്ചി, എനിക്ക് എൻ്റെ പേര് ഏതെങ്കിലും റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടുണ്ടോ എന്നുള്ളതൊന്ന് അറിയണം. ചേച്ചി ഒരു ഗവൺമെൻറ് സ്റ്റാഫ് അല്ലേ, എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ ചേച്ചിക്ക്? നീ ഒരു കാര്യം ചെയ്യും, എല്ലാ ഡീറ്റെയിൽസും എനിക്കൊന്ന് വാട്സാപ്പ് ചെയ്യും. ഞാൻ നോക്കട്ടെ എന്താ പറ്റുക എന്നുള്ളത്. ആ ശരി ചേച്ചി. അയച്ചിട്ടുണ്ട്. ആ, താൻ ധൈര്യമായിട്ട് പൊക്കോ. താൻ പേടിക്കുന്ന പോലെ ഒന്നും ഉണ്ടാവില്ല. ശരി ചേച്ചി, ഞങ്ങളെന്ന് ഇറങ്ങാം. ഓക്കെ, ശരിയാണ്. എന്തിനാ അവന് സങ്കടപ്പെട്ടുകൊണ്ട് പോയേ? നിങ്ങൾ ഇതിനാ അറിയുന്നേ? അല്ല, കൂട്ടുകാരന്റെ ഭാര്യ എന്തിനാ കരഞ്ഞോണ്ട് പോയെന്ന് ചോദിച്ചേ ഉള്ളൂ. അതിന്റെ കാര്യമൊന്നുമില്ല, സമയമാകുമ്പോ പറയാം. നിങ്ങൾ തമ്മിൽ എങ്ങനെയാ പരിചയം? എന്തൊക്കെ അറിയണം നിങ്ങൾക്ക്? ഓഫീസിലൊന്നും പോണ്ടേ? ഓഫീസ് ഇങ്ങോട്ട് മാറ്റിയില്ലേ? 2-3 ക്ലയൻസ് ഇങ്ങോട്ട് വരാനുണ്ട്. പിന്നെ കുറെ പേരും കുറെ ക്ലയൻസ്. മോഹനെ വിളിക്കുമായിരിക്കും. ഇല്ല ഇല്ല ഇല്ല, ഞാൻ വിളിച്ചില്ല. ഇന്ന് ആവണി ഇവിടെ വന്നതും സംസാരിച്ചതുമായ ഒരു കാര്യങ്ങളും മോഹൻ അറിയാൻ പാടില്ല ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു. അതിന് ഞാൻ ഇവര് പറഞ്ഞൊന്നും കേട്ടില്ലല്ലോ. നിങ്ങൾ ആവണി പറഞ്ഞ എല്ലാ കാര്യങ്ങളും ആ വാതിലിന്റെ മറവിൽ നിന്ന് കേട്ടു എന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. ഞാൻ ഒന്നും കേട്ടില്ല സുധേ. നിങ്ങളെ ഇന്നും ഇന്നലെ ഒന്നുമല്ലോ ഞാൻ കാണാൻ തുടങ്ങിയത്. ആവണി പറഞ്ഞ കാര്യം നിങ്ങൾ കേട്ടു എന്നുള്ളതും അത് മോഹനെ വിളിച്ച് പറയൂ എന്നുള്ളതും എനിക്ക് അറിയാം. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ പുറകെ വന്നത്. അപ്പൊ അതെ, കറക്റ്റ് ആയിട്ട് വിളിക്കുന്നു. ശരിയാ, ഞാൻ കേട്ടായിരുന്നു. പക്ഷെ ഞാൻ ഇത് മോനോട് പറയില്ല. ഈ കാര്യത്തിൽ 100% സുധയ്ക്ക് എന്നെ വിശ്വസിക്കാം. നിങ്ങൾക്ക് കള്ളം പോലും പറയാൻ അറിയത്തില്ല. അതുകൊണ്ടാണ് നിങ്ങൾ കക്ഷികൾ പോലും ഇല്ലാത്തത്. സുധേ, ഒരു 5-6 കേസൊക്കെ ഉണ്ട്. 5-6 കേസ് ഉണ്ട്. മോനാ, തന്റെ കാര്യം പോക്കാടൂ. ഒരാളുടെ കാലൊടിഞ്ഞ് കഴിഞ്ഞ് തീർന്നില്ല. അപ്പോഴേക്കും അമ്മ എവിടെ? മേളുണ്ടോ? ഇല്ല അച്ഛ, അമ്മ ഇവിടെ ഇല്ല. അമ്മ എവിടെ പോയി? അമ്പിളിയങ്ങളുടെ പോയി. അമ്പിളിയങ്ങളുടെ പോയിന്ന് എന്നിട്ട് പറഞ്ഞില്ലല്ലോ. ആര് പറഞ്ഞു? കഴിഞ്ഞ ദിവസം അമ്മ പറഞ്ഞില്ലേ അമ്മയ്ക്ക് എവിടെ പോവാറുണ്ട്. പിന്നെ ആരും പറഞ്ഞില്ല, കേട്ടില്ല എന്നൊന്നും പറയായിരുന്നു. അപ്പൊ അവൾ ഇന്നും പറയാണ്ട് പോയി. അമ്മേ, എന്താടാ? അവനെ എവിടെ പോയമ്മേ? അവൾ പുറത്തു പോയതാണ്, ഇപ്പൊ വരും. അവളെ എവിടെ പോണെന്ന് പറഞ്ഞിട്ടാണോ പോയത്? ഇല്ല. എന്നിട്ട് അമ്മ എന്താ അവളോട് ചോദിക്കാഞ്ഞേ? അമ്മ അവൾക്ക് കൂട്ടുകാണാ? കൂട്ടു നിക്കണല്ലേ, അവർ ചെറുപ്പം മുതലേ പരിചയമുള്ള ആൾക്കാരല്ലേ, ഇപ്പൊ തന്നെ വരുമല്ലോ. എന്താ പ്രശ്നം? ഏത് ചെറുപ്പം തൊട്ട് എപ്പ തൊട്ട് കൂട്ടു തുടങ്ങിയെന്ന്? ഇന്നലെ അവിടെ ഈ വീട്ടിൽ എത്ര മണിക്കാണ് കയറി വന്നെന്നറിയോ? പാതിരാത്രിക്കാണ് ഈ വീട്ടിൽ അവള് കയറി വന്നത്. അച്ഛ, കുറച്ച് ലേറ്റ് ആയാലും എന്താ, വന്നില്ലേ? വീട്ടിൽ അവൾക്ക് ഫോൺ വിളിച്ചെന്നു പറഞ്ഞാലെന്താ? മനഃപൂർവ്വം പറയാതെ പോയതേട്ടാ. ഇന്നലെ അമ്മയേട്ടനും ഒക്കെ പറഞ്ഞിട്ടും ഇന്നും പറയാതെ പോയതെങ്കിൽ നിങ്ങൾക്കൊക്കെ അത്ര വിലയാ തന്നിട്ടുള്ളൂ. എനിക്ക് എന്റെ അഭിപ്രായം പറഞ്ഞൂടെ? എന്നാ അവളിനി ഈ വീടിന്റെ കോമ്പൗണ്ടിൽ കയറണ്ട. മാളു, ഇതാകൊണ്ട് വെള്ളച്ച്. നീ പോടാ. മോനോട് പറയാൻ പറ്റില്ലെങ്കിലേ ഇനി അവളെ വീട്ടിൽ കയറണ്ട. നീ എന്തൊക്കെയാണ് പറയുന്നത്? ഉള്ള കാര്യമേ പറഞ്ഞത്. നീ അകത്തോട്ട് വന്നേ. വീട്ടിലുള്ള കാര്യം മുഴുവൻ നാട്ടുകാരെ അറിയിക്കണ എന്തിനാണ്? ഓ, അവള് പിന്നെ ചെയ്യണമെന്ന് നാട്ടുകാർ അറിയണല്ലോ. ഈ അമ്പിളി കുമ്പിളി എന്ന് പറയണ ബൈക്കിന് മൊത്തം കറങ്ങണ്ടല്ല, നാട് മൊത്തം. അതൊന്നും ഒരു പ്രശ്നമില്ല. നമുക്ക് അതിനെ പറ്റിയൊന്നും പറയാനുമില്ല അല്ലേ? നീ മിണ്ടാതെ അകത്തോട്ട് വാ മോനാ. ഇതൊരൊറ്റയാളും ഈ ഗേറ്റ് തുറന്നു പോരുത്. ചേട്ടാ, നാട്ടുകാർ കേൾക്കും. ചേട്ടാ, അകത്തേക്കൊന്നേ, ഏട്ടത്തിനോട് സംസാരിക്കാം. നീ എന്തിനാണ് അവനെ സപ്പോർട്ട് ചെയ്യണമെന്നുള്ള കാര്യം എനിക്കറിയാം. നീ എന്തെങ്കിലും കള്ളത്തരം കുണിഷ്ടോ കാണിച്ചു കഴിഞ്ഞാൽ നിന്നെ സപ്പോർട്ട് ചെയ്യണ അവനെയാണ്. പിന്നെ നിന്റെ ഭാര്യ എന്തെങ്കിലും പറഞ്ഞ് രണ്ടാമത്തെ പിള്ളേരായിട്ട് വീട്ടിൽ പോയി നിന്നോളും. അപ്പൊ അതിന് നിന്നെ സപ്പോർട്ട് ചെയ്ത് ഓരോ കുണിഷ്ട ഐഡിയ പറഞ്ഞാൽ അവനെയാണ്. അതുകൊണ്ടല്ലേ നീ പാവനെ സപ്പോർട്ട് ചെയ്യണത്. ഈ കുടുംബത്തിനൊരു നിലയും വിലയുണ്ട്. അത് കളഞ്ഞു കുളിക്കണ പ്രവൃത്തി ചെയ്യല്ലേ മോന. അവന് വരട്ടെ, നമുക്ക് സംസാരിക്കാം.
നീ അകത്തോട്ട് വാ. അമ്മ എന്തായിരുന്നിട്ട് ഈ പറയണത്? എടാ അകത്തോട്ട് കേറാൻ.